പിന്നെ പ്രോസസ്സിങ്ങിന് ഞാൻ കൊടുത്തു. എൻ്റെ ഫയലൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ കൊടുത്തു. എൻ്റെ യൂറോപ്പ CV ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഓൾറെഡി പോയി. അത് സെപ്റ്റംബർ ഇൻടേക്കിനുള്ള CV ആണ് ഞാൻ അവർക്ക് കൊടുത്തത്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെപ്റ്റംബർ ഇൻടേക്കിനുള്ള പ്രോസസ്സിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ മാമാണെങ്കിൽ, ഞങ്ങളുടെ അവിടുത്തെ മാമാണെങ്കിൽ രാവിലെ വിളിച്ചിട്ട് ഒരു 9:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മാമാണെങ്കിൽ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ ഏപ്രിൽ പോകാൻ റെഡിയാണോ എന്ന്. ഞാൻ എന്നിട്ട് ഉറക്കത്തിലാണ്. ഞാൻ ഫോണൊന്നും കൂടെ നോക്കി, ഇത് സ്വപ്നമാണോ എന്നൊക്കെ അറിയാൻ ഫോണൊന്നും കൂടെ നോക്കി. മാം പറഞ്ഞു, ആര്യ ഏപ്രിൽ പോകാൻ റെഡിയാണ്, നമുക്കൊരു 3 സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്, അവർക്ക് അർജൻറ്റായിട്ട് സ്റ്റുഡൻസിനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാത്രി ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടാണ് കിടന്നത്. എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ വയ്യ, കാരണം അത്രയും ടൈം കുറച്ചും കൂടെ കിടക്കുക, 7 മാസം നിയർലി ഇനിയുണ്ട്, 7 മാസം എനിക്ക് വയ്യ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞതാണ് മാതാവിനെ ഈശോനെ വിളിച്ചിട്ട്. പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് മാം ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് 3 സീറ്റ് ഉണ്ട്, ആര്യ റെഡിയാണോ പോകാൻ. അപ്പം ഞങ്ങൾ ഓൾറെഡി മാതാവ് അനുഗ്രഹിച്ച് പൈസയൊക്കെ ഈ ജനുവരിയിലത്തേക്ക് പോകണമല്ലോ, ജനുവരിയിലത്തേക്ക് എന്തായാലും ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പം തന്നെ ക്യാഷ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഓൾറെഡി പൈസ അങ്ങനെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മാമിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാം പറയുന്നത്, ആര്യ വിത്തൗട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ മാം, ലൈക്ക് മാം എന്നോട് പറഞ്ഞ ചിലപ്പോൾ റിക്രൂട്ടറായിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് സ്കൂളായിട്ടോ എംപ്ലോയറായിട്ടോ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, കാരണം അവർക്ക് അതിനുള്ള ടൈമില്ല. ഞാൻ അപ്പോഴത്തേക്കും ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും, മാതാവ് സമയച്ചുരുക്കം നടത്തുന്ന മാതാവ് എന്ന് എപ്പോഴും പറയും. ഞാൻ ശരിക്കും അത് അനുഭവിച്ചൊരു ദിവസമായിരുന്നു അന്ന്. രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റാണ് എന്നോട് പറയുന്നത് ഏപ്രിൽ പോകാൻ റെഡിയാണോ എന്നൊക്കെ. ഞാൻ അപ്പോഴത്തേക്കും അമ്മേനോട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട്, കാരണം എൻ്റെ ഫയൽ ഓൾറെഡി ഞാൻ ഡോക്യുമെൻറ്റേഷനൊക്കെ അവർ ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് എൻ്റെ ഫയലും എടുത്ത് കൊടുത്തു അവർക്ക്. വിത്തിൻ 1 ഡേ എനിക്കെൻ്റെ കോൺട്രാക്റ്റ് കിട്ടി. വിത്തൗട്ട് ഇൻ്റർവ്യൂ എനിക്കെൻ്റെ കോൺട്രാക്റ്റ് മാതാവ് എനിക്ക് തന്നു. അവിടുത്തെ എംപ്ലോയർ സൈഡിൽ നിന്നും സ്കൂളിൻ്റെ സൈഡിൽ നിന്നൊക്കെ എനിക്ക് കോൺട്രാക്റ്റ് തന്നു. ഞാൻ നോക്കിയപ്പോൾ അതും റെഡ് ക്രോസിൻ്റെയാണ്. ഞാൻ സ്കൂൾ ടൈമിൽ റെഡ് ക്രോസിനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മെമ്പറായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതും റെഡ് ക്രോസിൻ്റെ. ആൻഡ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റൈഫൻഡ് ആണെങ്കിലും യൂഷ്വലി 3 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 3rd ഇയറിൽ കിട്ടുന്ന സ്റ്റൈഫൻഡാണ് എനിക്ക് ഫസ്റ്റ് ഇയറിൽ അവിടെ കിട്ടുന്നത്. അതിന് മാതാവിനോട് ഞാൻ കുറേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്.